വിസിബിൾ ആണോ? ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. സോ നമ്മൾ എടുത്തിരിക്കുന്ന ബേസിക് പ്രോബ്ലം, നമ്മളുടെ പ്രോബ്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതേ പ്രോബ്ലം ഉപയോഗിച്ച് ഈ കേസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു മോഡൽ ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊള്ളുക. നമ്മളുടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ മാനുഫാക്ചറിംഗ് കമ്പനി വാണ്ട്സ് ടു ഒപ്റ്റിമൈസ് ദ surface roughness of a machined component by varying two factors. രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും. ഈ രണ്ട് ഫാക്ടേഴ്സിനെ വേരി ചെയ്യുമ്പോൾ ഒരു മെഷീനിങ് ഓപ്പറേഷനിൽ കമ്പോണന്റിന്റെ സർഫസ് റഫ്നെസ് എങ്ങനെ അഫക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ ഒരു റിഗ്രഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടുത്തെ സർഫസ് റഫ്നെസ് അതാണല്ലോ നമ്മളുടെ ഔട്ട്പുട്ട്. അതും ഇൻപുട്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്? കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും. സോ സർഫസ് റഫ്നെസ്സിനെയും കട്ടിംഗ് സ്പീഡിനെയും ഫീഡ് റേറ്റിനെയും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ മോഡൽ. റിഗ്രഷൻ മോഡൽ, അങ്ങനെയുള്ള ഒരു ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ തിയറി പാർട്ട് നമ്മൾ വളരെ ഇൻഡെപ്തിലൊന്നും പോകുന്നില്ല. പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഈ മോഡൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒറ്റ റെസ്പോൺസ് വേരിയബിൾ ഉണ്ട്. സപ്പോസ് ഒരു റെസ്പോൺസ് വേരിയബിളേ ഉള്ളൂ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് സർഫസ് റഫ്നെസ്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ. എന്നാൽ ഫാക്ടറായിട്ട് നമുക്കിവിടെ കട്ടിംഗ് സ്പീഡ് ഫീഡ് റേറ്റും ഉണ്ട്. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേസ് എടുക്കാം. കട്ടിംഗ് സ്പീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഫീഡ് റേറ്റ് ഇല്ല, കട്ടിംഗ് സ്പീഡ് മാത്രമേ നമ്മളുടെ സർഫസ് റഫ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കാം. ആ ഇക്വേഷന്റെ ഫോർമാറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ y ഈക്വൽ ടു β0 പ്ലസ് β1 എക്സ് പ്ലസ് എഫ്സിലോൺ. ഈ എഫ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ എപ്പോഴും എറർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? കട്ടിംഗ് സ്പീഡിനെ, നമ്മളുടെ സർഫസ് റഫ്നെസ്സിനെ കട്ടിംഗ് സ്പീഡ് അഫക്റ്റ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ ഫീഡ് റേറ്റിനെ കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ ഫീഡ് റേറ്റും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സർഫസ് റഫ്നെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളത് കൺസിഡർ ചെയ്താലും ഇല്ലെങ്കിലും അതിന് നമ്മളുടെ സർഫസ് റഫ്നെസ്സിൽ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ അത് ഒരു റാൻഡം എറർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സർഫസ് റഫ്നെസ്സിനെ അക്കൗണ്ട് ചെയ്യുമ്പോൾ കട്ടിംഗ് സ്പീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഫീഡ് റേറ്റിനെ എടുക്കുന്നില്ല. അതുകൊണ്ട് സിസ്റ്റത്തിൽ എറർ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ എററിനെ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് എപ്സിലോൺ. ഇനി β0 β1 എന്നൊക്കെ പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. ഇതെപ്പോഴാണ് ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when there is only one response variable and it is affected by only one factor. ഇവിടെ x ആണ് നമ്മളുടെ ഫാക്ടർ അല്ലെങ്കിൽ കട്ടിംഗ് സ്പീഡ്. y ആണ് നമ്മളുടെ സർഫസ് റഫ്നെസ്. സോ ഹൗ സർഫസ് റഫ്നെസ് അഫക്ട്സ് ദ ഹൗ കട്ടിംഗ് സ്പീഡ് അഫക്ട്സ് ദ സർഫസ് റഫ്നെസ് എന്നതിന് ബേസ് ചെയ്യാനായി, എന്നതിന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു റിഗ്രഷൻ മോഡൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിപ്പോ നിങ്ങൾക്ക് കുറച്ച് വ്യക്തത വന്നു കാണത്തില്ല. എന്നാൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നതായിട്ട് കാണാം. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മളൊരു റിഗ്രഷൻ മോഡൽ എങ്ങനെ ജനറേറ്റ് ചെയ്യും എന്നാണ് നോക്കുന്നത്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലീനിയർ റിഗ്രഷൻ മോഡലാണ്. എ ലീനിയർ റിഗ്രഷൻ മോഡൽ. So this model is used to establish a relationship between cutting speed and feed rate as well as surface roughness. Surface roughness-നെയും കട്ടിംഗ് സ്പീഡിനെയും ഫീഡ് റേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോഡലിനെ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ടാർഗറ്റ്. സോ നമുക്ക് രണ്ട് ഫാക്ടറുകളുള്ള കേസാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെ? എ എന്ന് പറയുന്ന കട്ടിംഗ് സ്പീഡും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഫീഡ് റേറ്റും. രണ്ട് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. രണ്ട് ഫാക്ടേഴ്സ് ഏതിനെ അഫക്റ്റ് ചെയ്യുന്നു? സർഫസ് റഫ്നെസ് എന്ന് പറയുന്ന റെസ്പോൺസ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലീനിയർ
റിഗ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. y ഈക്വൽ ടു β0 β1 a ഓർ b0 പ്ലസ് b1 a പ്ലസ് b2 b. ഓക്കെ, ഇവിടെ b0 എന്ന് പറയുന്ന ഒരു ഇന്റർസെപ്റ്റ് ആണ്. b1 b2 റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ b0 b1 സോറി b2 ഈ മൂന്ന് പാരാമീറ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ മൂന്ന് കോഎഫിഷ്യൻസും നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് y-യെയും a-യെയും b-യെ y ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് a ആൻഡ് b എന്നൊരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സർഫസ് റഫ്നെസ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്ന് വെച്ചാൽ സർഫസ് റഫ്നെസ് കട്ടിംഗ് സ്പീഡിനെയും ഫീഡ് റേറ്റിനെയും ആശ്രയിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് സർഫസ് റഫ്നെസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, എന്നാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ എയും, ഇവിടെ എ എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്പീഡ്, അതുപോലെ ഫീഡ് റേറ്റ് ബി, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. എന്താ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്? അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിന്റെ ചേഞ്ചിനെ മറ്റൊരു ഫാക്ടേഴ്സും അഫക്ട് ചെയ്യുന്നില്ല. നമുക്ക് മാനുവലി കട്ടിംഗ് സ്പീഡ് ചേഞ്ച് ചെയ്യാം, നമുക്ക് മാനുവലി ഫീഡ് റേറ്റ് ചേഞ്ച് ചെയ്യാം, മാനുവലി കട്ടിംഗ് സ്പീഡ് ചേഞ്ച് ചെയ്യാം, മാനുവലി ഫീഡ് റേറ്റ് ചേഞ്ച് ചെയ്യാം. എന്നാൽ സർഫസ് റഫ്നെസ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ കട്ടിംഗ് സ്പീഡ് ചേഞ്ച് ചെയ്താലോ ഫീഡ് റേറ്റ് ചേഞ്ച് ചെയ്താൽ മാത്രമേ സർഫസ് റഫ്നെസ്സിൽ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ, അല്ലേ? അല്ലാതെ നമുക്ക് സർഫസ് റഫ്നെസ്സിൽ എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഇല്ല. സർഫസ് റഫ്നെസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് റേറ്റ്. അതുകൊണ്ട് സർഫസ് റഫ്നെസ് എന്ന് പറയുന്ന നമ്മളുടെ റെസ്പോൺസ് വേരിയബിൾ എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എന്നാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നിങ്ങളിത് മാത്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളുടെ കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും ആണ്. ഓക്കെ, സോ നമ്മള് ലീനിയർ റിഗ്രഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ലീനിയർ റിഗ്രഷന്റെ ബേസ് ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. y റെസ്പോൺസ് വേരിയബിൾ ഈക്വൽ ടു കോഎഫിഷ്യന്റ് b0 പ്ലസ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് പ്ലസ് b1 ടൈംസ് ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b2 ടൈംസ് സെക്കൻഡ് ഫാക്ടർ. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന എല്ലാ കോമ്പിനേഷനിലുള്ള എക്സ്പെരിമെന്റുകൾ നമ്മൾ ചെയ്യുന്നു. സപ്പോസ് എക്ക് 2 ലെവൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? 100ഉം 200ഉം. ഓക്കെ, 100ഉം 200ഉം വരത്തക്ക രീതിയിൽ നമ്മൾ 4 എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഈ 4 എക്സ്പെരിമെന്റിൽ നമ്മൾ ഫീഡ് റേറ്റ് വേരി ചെയ്ത് കൊടുക്കുന്നു. 0.1 0.2 എന്ന് നമ്മൾ വേരി ചെയ്ത് കൊടുക്കുന്നു. അതുവഴി നമുക്ക് കിട്ടുന്ന സർഫസ് റഫ്നെസ് വാല്യൂസ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഈ സർഫസ് റഫ്നെസ് വാല്യൂസ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ പെർഫോം ചെയ്യണം. 4 സെറ്റ് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്ത് അതിന്റെ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിലെ സർഫസ് റഫ്നെസ്, ആ കമ്പോണൻസിലെ സർഫസ് റഫ്നെസ് മെഷർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മോഡൽ ജനറേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ മോഡൽ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടുത്തെ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്ന ഫാക്ടർ എല്ലാം തന്നിട്ടുണ്ട്, ഫീഡ് റേറ്റ് എന്ന് പറയുന്ന ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ കട്ടിംഗ് സ്പീഡിനെ സിംപ്ലിഫൈ ചെയ്ത് 1 എന്നും 2 എന്നും മാറ്റാം? കട്ടിംഗ് സ്പീഡ് 100 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളുടെ 2 ലെവൽസ് ആണ് കട്ടിംഗ് സ്പീഡിനുള്ളത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർലി 200നെയും നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിംപ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുവാണ്. അങ്ങനെ കട്ടിംഗ് സ്പീഡിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നും 2 എന്നും പറയുന്ന 2 സ്മോൾ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നു. 100 എന്നോ 200 എന്നോ ഉള്ള നമ്പേഴ്സ് ഇപ്പൊ എന്തായിട്ട് മാറി? 1 ഉം 2 ആയിട്ട് മാറി. ഈ ഒരു കൺവേർഷൻ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉപയോഗിക്കൂ. അത് കഴിഞ്ഞിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് 1നെയും 2നെയും കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റും? 100 ആക്കി മാറ്റും. 2നെ കൺവേർട്ട് ചെയ്ത് 200 ആക്കി മാറ്റും. സിമിലർലി ഫീഡ് റേറ്റിന്റെ കേസ് എടുക്കാം. ഫീഡ് റേറ്റിനെ നമുക്ക് 0.1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫീഡ് റേറ്റ് എന്തായിട്ട് മാറി? ഫസ്റ്റ് ലെവൽ 1 ആയിട്ട് മാറി. ഇനി 0.2നെയും 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതെന്തായിട്ട് മാറി? 2 എന്ന് പറയുന്ന സ്മോൾ നമ്പർ ആയിട്ട് മാറി. അല്ലെങ്കിൽ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 1ഉം 2ഉം. ആ നമ്പറിലേക്ക് നമ്മൾ അതിനെ മാറ്റി. ഓക്കെ, ഇത് കുറച്ച് നേരത്തേക്കുള്ള ഒരു കൺവേർഷൻ ആണ്. അതിനുശേഷം 1നെ നമ്മൾ 0.1 എന്ന് ചേഞ്ച് ചെയ്യും, 2നെ നമ്മൾ 0.2 എന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്താ? y സർഫസ് റഫ്നെസ്സിനെയും a കട്ടിംഗ് സ്പീഡിനെയും b ഫീഡ് റേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിഗ്രഷൻ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.
ഓക്കെ, നമുക്ക് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ്? y ഈക്വൽ ടു b0 പ്ലസ് b1a പ്ലസ് b2b. ഓക്കെ, ഇനി നമുക്ക് ആ തന്നിരുന്ന ടേബിളിനെ കൺവേർട്ട് ചെയ്ത് തന്നിരുന്ന ടേബിളിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? നമ്മൾ എ ഡാഷ് എന്ന് എഴുതാം. 100-ന് പകരം നമ്മൾ 1 എന്ന് എഴുതി. 200-ന് പകരം നമ്മൾ 2 എന്ന് എഴുതി. ബിക്ക് പകരം നമ്മളിപ്പോ ബി ഡാഷ് എന്ന് എഴുതിയിട്ട് 0.1-ന് പകരം 1 എന്നും 0.2-ന് പകരം 2 ഉപയോഗിച്ചു. ഓക്കെ, നമ്മളുടെ y വാല്യൂസിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. അതായത് നമുക്ക് അവൈലബിൾ ആയ ടേബിളിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ആ റിഗ്രഷൻ കോഎഫിഷ്യൻസ് കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് ഏതൊക്കെയാണ് റിഗ്രഷൻ അറിഞ്ഞുകൂടാത്ത കോഎഫിഷ്യൻസ്? b0, b1, b2 എന്ന് പറയുന്ന 3 കോഎഫിഷ്യൻസ് അറിഞ്ഞുകൂടാ. അപ്പൊ 3 കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. ഈ 3 കോഎഫിഷ്യൻസിനെ കണ്ടുപിടിക്കാൻ എത്ര ഇക്വേഷൻസ് ആവശ്യമാണ്? 3 അൺനോൺസ് ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻസ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ? നമുക്ക് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. സോ ഹിയർ b0, b1 and b2 are the least squares. You have to estimate these least squares. Okay, so we have to estimate these least squares. Okay, അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഇക്വേഷൻ നമ്മൾ ബൈ ഹെർട്ട് ചെയ്താലേ പറ്റൂ. ഇവിടെ നമ്മൾ നോർമൽ ഇക്വേഷൻ ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് സിഗ്മ ടൈംസ് y ഈക്വൽ ടു nb0 പ്ലസ് b1. ഇത് ബൈ ഹെർട്ട് ചെയ്താലേ പറ്റൂ കേട്ടോ. nb0 പ്ലസ് b1 സിഗ്മ ടൈംസ് a ഡാഷ് plus b2 sigma times p dash. Similarly, a dash y sigma a dash y equal to b0 sigma a dash b1 sigma a dash square b2 sigma a dash b dash. Sorry, b dash y എന്താണ്? sigma times b dash y equal to b0 sigma b dash b1 sigma a dash b dash b2 sigma b dash square. ഓക്കെ, സോ ഇത്ര മാത്രം. ഈ 3 ഇക്വേഷൻസിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടും? b1 കിട്ടും, b2 കിട്ടും, b3 കിട്ടും. ഓക്കെ, ഈ 3 b0 കിട്ടും, b1 കിട്ടും, അതുപോലെ b2 കിട്ടും. ഈ 3 കോഎഫിഷ്യൻസിനെ കൂടെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവത്തില്ലേ? ആവും. ഓക്കെ, സോ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എ ഡാഷ്, അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്? എ ഡാഷ് വൈ വന്നിട്ടുണ്ട് അല്ലേ, അതുപോലെ എ ഡാഷ് ബി ഡാഷ് വന്നിട്ടുണ്ട്, എ ഡാഷ് സ്ക്വയർ വന്നിട്ടുണ്ട്, ബി ഡാഷ് വൈ വന്നിട്ടുണ്ട്, എ ഡാഷ് ബി ഡാഷ് വന്നിട്ടുണ്ട്, ബി ഡാഷ് സ്ക്വയർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എഴുതി. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു. നമ്മൾ എത്ര എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്തു? 4 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ എ ഡാഷും ബി ഡാഷും അതുപോലെ തന്നെ വൈ വാല്യൂസും വീണ്ടും എടുത്തെഴുതുന്നു. എ ഡാഷ് ബി ഡാഷ് അതുപോലെ തന്നെ വൈ വാല്യൂസ് വീണ്ടും എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി ഇതിന്റെ താഴെ നമ്മൾ ഒരു കോളം കൂടെ ആഡ് ചെയ്യുന്നു. അതെന്തിനാണ്? സമ്മേഷന് വേണ്ടി. സിഗ്മ നമുക്ക് തന്നിട്ടില്ലേ? സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോളം കൂടെ നമ്മൾ ഒരു റോയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സിഗ്മ. ഓക്കെ, സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു റോയും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? എ ഡാഷ് അറിയാം, ബി ഡാഷ് അറിയാം, വൈ അറിയാം. നമുക്ക് എ ഡാഷ് വൈ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ബി ഡാഷ് വൈ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എ ഡാഷ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ബി ഡാഷ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തൂടെ? എ ഡാഷ് ബി ഡാഷ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ചെയ്യാൻ അല്പസമയം എടുക്കും, പക്ഷെ പ്രൊസീജിയർ വളരെ എളുപ്പമാണെന്ന് തോന്നും. ഓക്കെ, എങ്കിലും ചെയ്യാൻ സമയം എടുക്കും. അപ്പൊ എ ഡാഷ് വൈ എന്താ ചെയ്യേണ്ടത്? എ ഡാഷ് വൈ 1 കൊണ്ട് 2.5 മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എടുത്ത് ഇവിടെ എഴുതുക 2.5. സിമിലർലി ഇവിടെ ഒരു കേസ് നോക്കാം. 2-നെയും അതുപോലെ തന്നെ 2.8-നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5.6 കിട്ടും. ബി ഡാഷ് വൈയോ 2-ഉം 2.8 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5.6 കിട്ടുന്നു. എ ഡാഷ് സ്ക്വയർ എങ്ങനെ? എ ഡാഷ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? എ ഡാഷിന്റെ സ്ക്വയർ എടുത്താൽ മതി. എ ഡാഷിനെ 2 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 4 കിട്ടുന്നു അല്ലെ. ബി ഡാഷ് 2 അതിനെ 2 ടൈംസ് എടുത്തു കഴിയുമ്പോഴല്ലേ സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. എ ഡാഷ് ബി ഡാഷ് നമുക്ക് എന്ത് കിട്ടുന്നു? എ ഡാഷ് ബി ഡാഷ് യു ഹാവ് ടു മൾട്ടിപ്ലൈ 2 into 2, ദാറ്റ് വിൽ ഓൾസോ ഗിവ് 4. ഓക്കെ, ഇനി ഇതിന്റെ എല്ലാം സമ്മേഷൻ എടുക്കാം. 1 + 2 + 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു
6. സോ സിഗ്മ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റീസും ആഡ് ചെയ്തിട്ട് താഴെ എഴുതണം അല്ലേ? അതാണ് സിഗ്മ വൈ ഈക്വൽ ടു 6. ഓക്കെ, എ ഡാഷ് വൈ എടുക്കുമ്പോൾ 10.3 കിട്ടുന്നു, ബി ഡാഷ് വൈ 15.1 കിട്ടുന്നു, എ ഡാഷ് സ്ക്വയറും ബി ഡാഷ് സ്ക്വയറും തന്നിട്ടുണ്ട്, എ ഡാഷ് ബി ഡാഷും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ അടുത്ത പേജിൽ നമുക്ക് ഈ ഇക്വേഷൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ഏതൊക്കെയാണ്? സിഗ്മ വൈ ഈക്വൽ ടു എൻ ബി സീറോ ബി വൺ, സിഗ്മ എ ഡാഷ് ബി ടു, സിഗ്മ ബി ഡാഷ്. ഓക്കെ, സോ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും ഇവിടെ എഴുതുമ്പോൾ? സിഗ്മ വൈയുടെ വാല്യൂ എന്തായിരുന്നു? 10.3. n എന്ന് പറഞ്ഞാൽ 4 നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ബി സീറോ. ഇനി ബി വണ്ണിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് അതുപോലെ വെച്ചു. സിഗ്മ എ ഡാഷിന്റെ വാല്യൂ എന്താണ്? സിഗ്മ എ ഡാഷിന്റെ വാല്യൂ 6 ആണ്. ആ 6 എടുത്ത് നമ്മൾ ഇവിടെ എഴുതി. അതുപോലെ തന്നെ സിഗ്മ ബി ഡാഷിന്റെ വാല്യൂ എന്താണ്? 6 ആണ്, അത് നമ്മൾ എടുത്ത് എഴുതി. B2 എഴുതി. സോ യു ഗോട്ട് the first equation as a function of B0, B1 and B2. Okay, similarly second equation എങ്ങനെയാ വരുന്നത്? 15.1 equal to 6 times B0, 10 times B1, 9 times B2. ഇനി third equation എന്തായിട്ട് മാറുന്നു? 10.3 equal to 6 times B0, 9 times B1, 10 times B2. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഈ 3 ഇക്വേഷൻസിന് 3 ഇക്വേഷൻസിന് 3 അൺനോൺസും ഉണ്ട്. 3 ഇക്വേഷൻസും 3 അൺനോൺസും ഉണ്ടെങ്കിൽ നമുക്ക് B0, B1, B2 സോൾവ് ചെയ്തൂടെ? B0, B1, B2 സോറി B0, B1, B2 നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ B0, B1, B2 ഏതൊക്കെ വാല്യൂസ് കിട്ടുമെന്ന് നോക്കാം. അത് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു മെട്രിക്സ് മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി, ഈ മെട്രിക്സിനെ സോൾവ് ചെയ്താൽ മതി. 3x3 മെട്രിക്സ്, 3x1 മെട്രിക്സ്, അതുപോലെ തന്നെ 3x1 മെട്രിക്സ്. ഓക്കെ, ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? B0 ഈക്വൽ ടു 2.15, B1 0.35, B2 0.55 എന്ന 3 വാല്യൂസ് നമുക്ക് കിട്ടുന്നതായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ മെട്രിക്സ് മെത്തേഡിലൂടെ അല്ലെ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. 3 ഇക്വേഷനും 3 അൺനോൺസും ഉണ്ടെങ്കിൽ FX991ES ആണെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. മെട്രിക്സ് മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. ഇനി എന്താ ചെയ്യുന്നേ? B0, B1, B2 നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുന്നു. സോറി സോ ഇത് വെച്ച് നമുക്ക് ഈ y ഈക്വൽ ടു B0, B1 A ഡാഷ് B2 B ഡാഷ് എന്ന് പറയുന്ന ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. ഓക്കെ, B0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, B1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, B2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ഇപ്പോൾ നമ്മൾ എ ഡാഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ ഡാഷ് എന്ന് പറഞ്ഞാലും ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡാഷ് ഈക്വൽ ടു A/100, ബി ഡാഷ് ഈക്വൽ ടു B/0.01. അത് നമ്മൾ എ ഡാഷിനും ബി ഡാഷിനും പകരം റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, എ ഡാഷിനും ബി ഡാഷിനും പകരം നമ്മളത് റീപ്ലേസ് ചെയ്യുന്നു. എ ഡാഷിന് വരെ A/100 ഇട്ട് കൊടുത്തു, ബി ഡാഷിന് വരെ B/0.01 ഇട്ട് കൊടുത്തു. സോ y ഈക്വൽ ടു 2.15 മൈനസ് 0.35 A/100 plus 0.55 B/0.1. So you will get the final equation y equal to 2.15 minus 0.0035 times A plus 5.5 times B. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഫൈനൽ റിഗ്രഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ മോഡൽ. ഇതിന്റെ അർത്ഥം എന്താണ്? എ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? മൈനസ് ടൈംസ് 0.0035 ടൈംസ്. ബിയോ 5.5 ടൈംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഏതിനെ? വൈയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്നുള്ള ഇൻഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ദിസ് റിഗ്രഷൻ മോഡൽ കൺഫേംസ് ദാറ്റ് feed rate B has stronger influence on surface roughness than the cutting speed. Okay, നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആയിരുന്നു, കട്ടിംഗ് സ്പീഡും ഫീഡ് റേറ്റും. കട്ടിംഗ് സ്പീഡിന് കിട്ടിയ കോഎഫിഷ്യന്റ് എന്താണ്? കട്ടിംഗ് സ്പീഡ് എക്ക് കിട്ടിയ കോഎഫിഷ്യന്റ് 0 - 0.0035.
ഫീഡ് റേറ്റിന് കിട്ടിയ കോവിഷന്റ് എന്താണ്? 5.5. 5.5 മൈനസ് 0.0035 എത്രമാത്രം വലുതാണ്? അതുകൊണ്ട് അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ അർത്ഥം വി ക്യാൻ സേ ദാറ്റ് ഫീഡ് റേറ്റ് which has the coefficient 5.55 gives more influence on the surface roughness than cutting speed whose coefficient is -0.0035. അപ്പൊ 5.5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -0.0035 എന്ന് പറയുന്ന വളരെ ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് ഏതിനാണോ കൂടുതൽ കോഎഫിഷ്യന്റ് വന്നിരിക്കുന്നത് അതിനെ നമ്മൾ സ്ട്രോങ്ങർ ഇൻഫ്ലുവൻസ് ഉള്ള കമ്പോണന്റ് ആയിട്ട് കണ്ടെത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സർഫസ് റഫ്നെസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് മുമ്പ് ചെയ്ത ടാഗുഷി അനാലിസിസ് ഒന്ന് ആലോചിച്ച് നോക്കാം. അവിടെ നമുക്ക് കിട്ടി കട്ടിംഗ് സ്പീഡ് 200ഉം ഫീഡ് റേറ്റ് 0.1 ആയിരുന്നു ഒപ്റ്റിമം വാല്യൂസ്. ഓക്കെ, അവിടെ ഒപ്റ്റിമം വാല്യൂസ് ആണ് നമ്മൾ ടാഗുഷി മെത്തേഡിലൂടെ കിട്ടിയത്. ആ ഒപ്റ്റിമം വാല്യൂസ് നമ്മൾ എക്കും ബിക്കും വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നു? 200 ഇട്ട് കൊടുക്കുന്നു. ബിക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നു? 0.1 ഇട്ട് കൊടുക്കുന്നു. സോ യു വിൽ ഗെറ്റ് സർഫസ് റഫ്നെസ് y ഈക്വൽ ടു എന്താണ്? 2 മൈക്രോമീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു സർഫസ് റഫ്നെസ്. അപ്പോൾ ഒപ്റ്റിമം സർഫസ് റഫ്നെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒപ്റ്റിമം സെറ്റിംഗ്സ് അപ്ലൈ ചെയ്താൽ മതി. ഒപ്റ്റിമം സെറ്റിംഗ്സ് എവിടെ നിന്ന് കിട്ടുന്നു? ടാഗുഷി അനാലിസിസ് നടത്തണം. ടാഗുഷി മെത്തേഡിലൂടെ നമുക്ക് ഒപ്റ്റിമം സെറ്റിംഗ്സ് കിട്ടി. ആ ഒപ്റ്റിമം സെറ്റിംഗ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടാഗുഷി അനാലിസിസിൽ ഒപ്റ്റിമം സെറ്റിംഗ്സ് കിട്ടി. ആ ഒപ്റ്റിമം സെറ്റിംഗ്സ് എടുത്ത് നമ്മളുടെ റിഗ്രഷൻ മോഡലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒപ്റ്റിമൈസ്ഡ് സർഫസ് റഫ്നെസ്, ഒപ്റ്റിമം സർഫസ് റഫ്നെസ് എത്ര എന്ന് കിട്ടി? 2 മൈക്രോൺസ് എന്ന് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രെഡിക്റ്റഡ് സർഫസ് റഫ്നെസ് ഫോർ ഒപ്റ്റിമൽ കട്ടിംഗ് കണ്ടീഷൻ. ഓക്കെ, 2 മൈക്രോൺസ്. ഓക്കെ, സോ ഒപ്റ്റിമൽ കട്ടിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടാഗുഷി മെത്തേഡിൽ നിന്ന് കിട്ടിയ കട്ടിംഗ് സ്പീഡ് 200ഉം അതുപോലെ തന്നെ ഫീഡ് റേറ്റ് 0.1ഉം. ഓക്കെ, സോ ദാറ്റ് വിൽ ഗീവ് ദ ലോവസ്റ്റ് സർഫസ് റഫ്നെസ് ഓഫ് 2 microns. Okay, so which matches with the നമ്മൾ അനോവ അനാലിസിസും താഗുഷിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിയ വാല്യൂവും ഇവിടെ കിട്ടിയ വാല്യൂവും മാച്ചിങ് ആണെന്ന് നമുക്ക് കാണാം. അതായത് പല DOE ടെക്നിക്സിലൂടെ നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. എന്തെല്ലാം കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം? ഒപ്റ്റിമം സെറ്റിംഗ്സിലേക്ക് എത്താൻ പറ്റും. ഒപ്റ്റിമം സെറ്റിംഗ്സിൽ നിന്ന് ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ ഒപ്റ്റിമം സർഫസ് റഫ്നെസ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. എങ്ങനെയാ? ത്രൂ റിഗ്രഷൻ മോഡൽ. ഓക്കെ, സോ ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വളരെ കൂടുതലാണ്. എന്താണ്? സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് എങ്ങനെ കണ്ടക്ട് ചെയ്യും, എത്ര നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ജനറൽ ഇൻഫർമേഷൻ സയന്റിഫിക് ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ഫോളോ ചെയ്യണം. നമ്മൾ 5th മോഡ്യൂൾ ഇത്രയും ക്ലാസ് എടുത്തത് പല മെത്തേഡ്സ് നമ്മൾ പരിചയപ്പെട്ടു. എന്തിനാണിത് പരിചയപ്പെട്ടത്? നാളെ നിങ്ങളൊരു മിനി പ്രോജക്റ്റോ അല്ലെങ്കിൽ ഒരു മെയിൻ പ്രോജക്റ്റോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെരിമെന്റേഷൻ ഉണ്ടെങ്കിൽ അതിലെ ഫാക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യണമെങ്കിൽ, റെസ്പോൺസ് വേരിയബിളിന്റെ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ കിട്ടണമെങ്കിൽ എങ്ങനെ എന്തെല്ലാം സയന്റിഫിക് മെത്തേഡ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലം അല്ലേ, നമ്മളെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെഷീനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാൻ മിനി ടാബ്, ഓക്കെ, മാറ്റ് ലാബ് അതുപോലെ മിനി ടാബ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മിനി ടാബ് സോഫ്റ്റ്വെയർ. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എന്താണിത് ഈ 5th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ അസൈൻമെന്റ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അതിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ്. അത് പ്രോബ്ലം ആണ്. ഓക്കെ, 3 സെറ്റ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ആ പ്രോബ്ലം ചെയ്ത് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അപ്പോഴും നമ്മൾ 5th മോഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് തിയറി പാർട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളുക. ഓക്കെ, മനസ്സിലാക്കാൻ എളുപ്പമുള്ള പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും തിയറി പാർട്ട് ആയിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, സോ തിയറി പാർട്ട്, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള തിയറി പാർട്ട് എല്ലാം നിങ്ങൾ പഠിക്കണം.
ഓക്കെ. സോ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിന് 4 നോദേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ടെക്നിക്സ് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്, ഓക്കെ, ഈ ടെക്നിക്സ് കൊണ്ട് എന്താണ് ആപ്ലിക്കേഷൻ, എന്താണ്, എന്ത് ഔട്ട്പുട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ നിങ്ങൾ തിയറിറ്റിക്കലി അറിഞ്ഞിരിക്കുക. ഓക്കെ. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പഠിച്ചത്. ഓക്കെ. എന്തായാലും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ തിയറി മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഈ സ്ലൈഡ് ഞാൻ താമസിയാതെ തന്നെ ഷെയർ ചെയ്യാം. നിങ്ങൾ അതിനു മുമ്പ് DOE എന്താണ്, DOE നമ്മൾ പഠിച്ചിട്ടുള്ള ഏതൊക്കെയാ? ഫുൾ ഫാക്ടോറിയൽ ഡിസൈൻ, അതുപോലെ തന്നെ 2 ഫാഗുഷി അപ്രോച്ച്. ഓക്കെ. പിന്നീട് എന്ത് പഠിച്ചു? അനോവ അനാലിസിസ് പഠിച്ചു. പിന്നീട് ഇപ്പോഴ് റിഗ്രഷൻ മോഡൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ റിഗ്രഷൻ മോഡൽ ജനറേറ്റ് ചെയ്യുന്നതും ഈ താഗുഷി അനോവ അനാലിസിസുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. സോ നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ അറ്റൻഡൻസ് സെൻറ്റർ ചെയ്യാം. അസൈൻമെന്റ്, 3ാമത്തെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം, മറക്കരുത്. ഓക്കെ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.